ഹലോ കേശാൻ, മാർവൽ സ്പൈഡർമാനാണ് കളിക്കുന്നത്. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ബ്രോ മാർവൽ സ്പൈഡർമാൻ കളി എപ്പോഴും സ്പൈഡർ ഫൈറ്റിംഗ് അല്ലേ കളിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു കേസ്. അതുകൊണ്ടാണ് ഞാനിത് മാർവൽ സ്പൈഡർ 2 കളിക്കുന്നത്. ഓക്കെ, PS5 വരുന്നതാണ്, പക്ഷെ ചിക്കിന്ന് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അല്ലാത്ത കുറച്ചുകൂടെ മൊബൈലിൽ പറ്റുന്ന കുറച്ച് ഗെയിംസ് ഞാൻ പറയുന്നതായിരുന്നു വീഡിയോയിൽ. അതായത് സ്പൈഡർ ഫൈറ്റിംഗ് 3, സ്പൈഡർ ഫൈറ്റിംഗ് 2 ആയിട്ട് ഒരു ബന്ധമില്ല ഗേസ്. കാരണം അത് ഇടി മാത്രമേ പറ്റൂ, പറക്കാനൊന്നും പറ്റത്തില്ല ഗേസ്. സ്പൈഡർ ഫൈറ്റിംഗ് 2 സ്റ്റോറിയാണ്. ഓക്കെ, ഇത് മുഴുവൻ ന്യൂസ് പേപ്പറാണ്. ഓ, പീറ്റർ പാർക്കർ, യെസ് ബ്രോ. പോലീസ് ഡിഷസ് എന്തോ പറയുന്നത്. ഓക്കെ, പീറ്റർ ഫിസ്ക് നമ്മൾ സ്യൂട്ട് എടുത്തിടുവാണ്. ഓക്കെ, അല്ല, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് സ്പൈഡർമാൻ്റെ സ്യൂട്ട് എടുത്തിടുന്നു. കൊള്ളാം. PC കളിക്കുന്ന പോലത്തെ ഫീലാണ് കേസ് ഇത്. മോനെ, ബ്രെഡ് നിന്നിക്കലായിരിക്കുന്നു. മാസ്ക് എടുത്ത് വെക്ക്. കൊള്ളാം ഈ സ്പൈഡർ മാസ്ക് ചെയ്യല മോനെ, ഭയങ്കര ക്ലാരിറ്റിയാണ് കേസ്. സ്പൈഡർ ഫൈറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒത്തിരി പേര് കമൻ്റ് എടുത്ത് മാർവൽ സ്പൈഡർമാൻ GTA 5 കളിക്കുന്നില്ല എന്നൊക്കെല്ലാം പറയുന്നുണ്ട് ഒത്തിരി പേര്. മൊബൈലിൽ കളിക്കാവുന്നതാണ് സ്പൈഡർ ഫൈറ്റിങ്. ചിക്കിക്കകത്ത് ഇത് കിട്ടുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നുള്ളത്, കിട്ടും. ലോഡാവണം, കുറച്ച് സമയം എടുക്കും. ഓ മോനെ, പറക്കുന്നു. ഞാൻ തനിയാണ് ഗേസ് പറക്കുന്നത്. സ്റ്റോറി മോഡല്ല ഗേസ്, സ്റ്റോറി മോഡ് ഓഫാണ്. സ്റ്റോറി മോഡ് മാറിക്കോണ്. GTA 5 സ്റ്റോറി മോഡുണ്ട്, സ്പൈഡർ മാർവലിൽ സ്റ്റോറി മോഡുണ്ട് ഗേസ്. അതാണ് ഒന്ന് വലയിടട്ടെ. GTA 5 എന്തൊക്കെ സ്റ്റോറി മോഡ്? GTA 5 സ്റ്റോറി മോഡ് കോപ്പി അടിച്ചു തന്നു ഗേസ്. ഇത് അതോ അതിനകത്ത് സ്പൈഡർമാൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഗേസ്. അതായത് മറ്റേവർ സ്റ്റോറി മോഡ് ഉണ്ടാക്കി അവരിങ്ങനെ ആക്ട് ചെയ്തതല്ലേ, അതേപോലെയാണോ ഗേസ് ഇവിടെ സ്റ്റോറി മോഡ് ഉണ്ടാക്കിയത് ഇതിനകത്ത്. സ്പൈഡർ ഫൈറ്റിംഗ് 3 കുറച്ചുകൂടെ ക്ലാരിറ്റിയാണ്. ഓക്കെ, മൊബൈലിൽ കളിക്കാൻ പറ്റുന്നേ. ഇത് ക്യാരക്ടർ അഭിനയിക്കാൻ സാധ്യതയൊന്നുമില്ല ഈ ഗെയിമിൽ. GTA 5 പോലത്തെ ഗെയിമിൽ ക്യാരക്ടർ അഭിനയിക്കാൻ സാധ്യതയുണ്ട് ഗേസ്. അതാണ്. പിന്നെ പുതിയ ഹൈ ഗ്രാഫിക്സ് ഗെയിം ഇറങ്ങിയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, ലോകത്തിൽ തന്നെ. അതിൻ്റെ എസ്കേപ്പിംഗ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ മോനെ, അതിൻ്റെ ഹൈ ഗ്രാഫിക്സ് പൊളിയാണ് കേസ്. പിന്നെ അതിനകത്ത് കുറച്ച് നമ്മളെ ഫാമിലി മെമ്പർക്കാണ് കേസ്. അതായത് നമ്മളെ ഫാമിലി മെമ്പർ അല്ല കേസ്, അതായത് നമ്മളെ ഫാമിലി മെമ്പർ തന്നെയാണ്. നമ്മളെ കുടുംബത്തിന് ഒരു കിഡ്നാപ്പ് ചെയ്തേക്ക് ഒരുത്തൻ. അതാണ് കളി. അത്രയുള്ള സ്റ്റോറി മോഡൊക്കെയാണ്. പോലീസുകാരന്മാർ വെടിവെക്കും. അവിടെ ആരൊക്കെയോ വരുന്നുണ്ട് കേസ്. അല്ല, പോലീസുകാരന്മാരല്ല, കള്ളന്മാർ വെടിവെക്കുന്നു. ഫിസ്കിൻ്റെ ആൾക്കാർ അതല്ല. ഞാനിപ്പോൾ ചെല്ലും. ഞാൻ മാസ് എൻട്രി അടിക്കാൻ പോവാം. മാസ് എൻട്രി മോനെ. ഇതൊക്കെല്ലാം കളിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, PS5 ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ കളിച്ചുള്ള ഓർമ്മയുള്ളൂ. ഇപ്പം ഞാൻ മൊബൈലിൽ ചിക്കിനകത്താണ് കളിക്കുന്നത്. ഓക്കെ, ലാപ്ടോപ്പ് വേണമെങ്കിൽ കളിക്കാൻ, പക്ഷെ കുറച്ച് പാട് വിടുന്നേ ഉള്ളൂ. PS5 ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിച്ചായിരുന്നു. പൊട്ടിത്തെറി, ബോംബ് ബ്ലാസ്റ്റ്. ഇമാരൊക്കെയാണ് വില്ലന്മാർ. പോലീസുകാരന്മാർ എന്നെ ഒന്നും ചെയ്യല്ലേ. പോലീസുകാരന്മാർ ഇങ്ങനെ പറയുന്നു, എന്നെ ഒന്നും ചെയ്യല്ലേ മിസ്റ്റർ. അന്നേരം ഞാൻ വന്നു മാസ് എൻട്രി അടിക്കട്ടെ ഞാൻ അവന്മാരെയല്ലേ. നമ്മൾ സീൻ സ്പൈഡർമാൻ. അങ്ങനെ ബോംബ് ബ്ലാസ്റ്റ് ഇല്ലേ. ഇത് ഫിസ്കിൻ്റെ ആൾക്കാരാണ്. ഫിസ്കിൻ്റെ തീഫാണിത്. ഫിസ്കിൻ്റെ കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഗേസ്. മെയിൽ ചെയ്യാനൊന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടല്ല. നമുക്കിപ്പോൾ നോക്കണം, പെട്ടെന്ന് നമുക്ക് എല്ലാത്തിനും ഇടിക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കണം. അയ്യോ, ഇടിക്കട്ടെ എന്നടെ
ഇടിച്ച് പൊട്ടിക്കണം ഗേസുമാരൊക്കെ. അതാണ് നമ്മളിത് സ്പൈഡർമാൻ. ഓക്കെ, പറക്ക് സ്പൈഡർമാൻ ഇൻ ദ സ്പൈഡർവേഴ്സ്. ഇനി അടുത്ത മിഷൻ കൂടെ കുറച്ച് എത്ര മീറ്റർ പോകണം? 300 പെട്ടെന്നല്ല പോകുന്നേ 200. ഇപ്പോൾ പോലീസുകാരന്മാരെല്ലാം നമ്മൾ പറയുന്നതെല്ലാം പോലീസുകാരന്മാർ കേൾക്കും കേസ്. അതാണ് ഇപ്പോഴേയും ആടി കിടക്കുന്നു. നമ്മളിപ്പോൾ പോലീസുകാർക്ക് ഒരു നന്മ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കേസെടുത്ത് നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന വിടും കേസന്മാരെ. എന്നാണ് മേരിജൻ അവിടെ ഉണ്ട്. നമുക്ക് മേരിജനായിട്ട് കളിക്കും. നമ്മൾ പോന്നു ആ സെൻറ്റർ. ഫിസ്കിൻ്റെ ആൾക്കാരാണ് കേസ്. കണ്ടോ നിങ്ങൾ? സ്പൈഡർമാൻ ഷൂട്ട് പോണം. ഞാൻ വെബ്സ് ഷൂട്ട് ചെയ്യുമ്പോഴോ എന്താണ് മിസ്റ്റർ നിങ്ങൾ അടിക്കാൻ പോട്ടെ? ഫിസ്ക് എന്തിവിടെ? ഇത് തന്നെയാണ് ഗേസ് സ്പൈഡർ ഫൈറ്റിങ് 3ലും കൊണ്ടുവന്നേക്കുന്നത്. സ്പൈഡർ ഫൈറ്റിങ് 2ലും ഇത് തന്നെയാണ്, സ്പൈഡർ ഫൈറ്റിങ് 1ലും ഇത് തന്നെയാണ് ഗേസ്. ഫിസ്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, പക്ഷെ അത്രയും ക്ലാരിറ്റി ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ കൊള്ളാം. ഞാൻ പുതിയൊരു ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള കാർ റേസിംഗ് ഗെയിം കണ്ടിട്ടുണ്ട്. അത് ഞാൻ നാളെ കളിക്കുന്നതായിരിക്കും. ഓക്കെ, പുതിയ ലൈവ് സിറ്റീസിന് പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അതായത് അത് കൊള്ളാം ഗേസ്. ആ അപ്ഡേഷനെല്ലാം സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത്. I am a strength and she's so hard to me. I can't keep the slow motion കിട്ടോ ഞാൻ. എനിക്കൊന്ന് പവർ ഇടി. പിന്നെ കേസ് ഞാൻ കണ്ടില്ലേ PS5 റെഡ് ഡൈമെൻഷൻ 2 കളിച്ചായിരുന്നു, റെഡ് ഡൈമെൻഷൻ 1 കളിച്ചായിരുന്നു, ഈ മാർവൽ സ്പൈഡർമാൻ കളിച്ചായിരുന്നു, GTA 5 കളിച്ചായിരുന്നു, GTA 4 കളിച്ചായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു കേസ്. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു, കാരണം അന്ന് എനിക്ക് 7 വയസ്സ് കൊണ്ടേ ഉള്ളായിരുന്നു. ഇപ്പം എനിക്ക് 10 വയസ്സായിട്ടുണ്ട്. നേരത്തെ എനിക്ക് 7 വയസ്സ് ഉള്ളായിരുന്നു കേസ്. എൻ്റെ PS5 എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിച്ചത്. റെഡ് ഡൈമെൻഷൻ അങ്ങനെ കളിച്ചായിരുന്നു. ഞാൻ റെഡ് ഡൈമെൻഷൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അതും കൊള്ളാം കേസ്. റെഡ് ഡൈമെൻഷൻ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ പോലീസുകാരന്മാരാണെന്നോ അതിലോ വില്ലന്മാരാണ്. പോലീസുകാരന്മാരങ്ങോട്ടോ പോയി. നമ്മൾ ലിഫ്റ്റ് തുറന്നേക്കുവാണ് കേസ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് മീറ്റർ കൂടെ പോയത്. ഇന്ന് ലിഫ്റ്റ് കേടാവുന്നു. ഇനി 1 മീറ്റർ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫിസ്കിൻ്റെ സ്ഥലമാണ് കേസ് ഇവിടെ. നല്ല നോക്കി ഇങ്ങോട്ട് പോയേക്കാം. നമ്മൾ ഒത്തിരി മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേസ്. ഒത്തിരി ഒന്നും പറഞ്ഞില്ല, ഫിസ്കിൻ്റെ കൂടെ അടി കൂടുന്നത് അത്രേ ഉള്ളു. ഓക്കെ ഇവിടെ ആണോ നമുക്ക് പോകണ്ടേ? നമുക്ക് ഫിസ്കിൻ്റെ കൂടെ അടി കൂടാൻ പറ്റത്തില്ലേ? നമുക്ക് എല്ലാ എനിമീസിൻ്റെ കൂടെ അടി കൂടാൻ പറ്റും. ഫിസ്കിൻ്റെ കൂടെ അടി കൂടണമായിരിക്കും. നിങ്ങൾക്കടി നല്ല സ്പൈഡർ ഫൈറ്റിംഗ് ആണ്. ഫിസ്കിൻ്റെ കൂടെ ഒക്കെ അടി കൂടാം. എന്താണ് എല്ലാത്തിനെയും അടിക്കുവാണ് കേസ്. നമുക്ക് എല്ലാത്തിനെയും അടിച്ച കൊള്ളണം. പന്നലാണ് കേസുമാർ. പാർട്ട് 2 ഞാനിന്ന് കഴിഞ്ഞമാരെല്ലാം അടിക്കട്ടെ. ഇവന്മാരെന്തോ എന്നെ തള്ളിക്കളയുന്നത് പന്നല. എന്നെ എന്തോത്തിനാണ് തേക്കുന്നത്? പോലീസിൻ്റെ വേഷം ഇടുമ്പോൾ ആരും കാണത്തില്ല. ഇന്ന് പോലീസിൻ്റെ വേഷം പോലെ തോന്നി. GTA 5 ഒരുത്തനുണ്ട് ഈ സ്പൈഡർ ഫൈറ്റിങ്ങിൽ. ആ പോലീസിൻ്റെ വേഷം ഇടും കേസ്. എന്നിട്ട് വന്ന് നമ്മളെ അടിക്കും കേസ്. പോലീസായിട്ട് വന്നു. അന്നേരം ആരും മനസ്സിലാക്കത്തില്ല അത് പോലീസാന്ന് വിചാരിക്കും. പോലീസല്ല കേസ്. PUBG മൊബൈലില്ലേ, അവൻ്റെ മാസ്കും ഷീൽഡും പോലീസിൻ്റെ പടമുള്ള ഷീൽഡും ഡ്രസ്സും പോലീസിൻ്റെ ആയിരിക്കും. പബ്ജിയുടെ പബ്ജി മൊബൈലില്ലേ, അതിൻ്റെ തലയുള്ള ഹെൽമെറ്റ് പോലെ വെച്ചോണ്ടിരിക്കും സുഹൃത്തെ. അവനെ ഇടിക്കാനാണ് കൂടുതൽ പാട്. ഇനി നമുക്ക് നേരെ പോവാം. ഓക്കെ, സ്പൈഡർമാൻ ഫിസ്റ്റ് മേടി ഇത് പറയുന്നത് ഒന്നും പറയത്തില്ല, എഴുതി കാണിക്കുവാണ്. സാറില്ല. I am the Spidey bro. ഇതാരാ? ഇവനെ നോക്ക് മണ്ടയ്ക്കോട്ട്.
ചില സെക്യൂരിറ്റിയെല്ലാം മണ്ടക്കോട്ടും എടുത്താണെങ്കിലും പറയാം അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. അതൊക്കെല്ലാം വേറെ കാര്യം. അതൊക്കെല്ലാം ടാസ്ക്. ഇവനെന്തോ ഇവൻ ആൾക്കാരെ പിടിക്കുന്നു ഈ ബഹളം ഉണ്ടാക്കിയിട്ട്. 3 മീറ്റർ. ഓക്കെ, ഇവിടെ ആരെങ്കിലും വിളിക്കുന്നു. ഇവിടെ നമുക്ക് ഇടിച്ച് പന്നൽ ഇടിക്കണം. സ്പൈഡർമാൻ ആകുമ്പോൾ ഇത്രയും പണി ചെയ്യുന്നത് നമ്മൾ പണി ചെയ്യാൻ. പക്ഷെ ഇതൊരു ഗെയിമായിട്ട് പണി ചെയ്തേ പറ്റൂ. ഞാൻ ബിൽഡിങ്ങിനും കയറാൻ പറ്റത്തില്ല. അവിടെ മിഷൻ തരാതെ കയറാൻ പറ്റില്ല ഗേസ് ബിൽഡിങ്ങിൽ. കുറച്ച് പണികളൊക്കെ എല്ലാം ചെയ്യാനുണ്ട് ഇതൊക്കെ. കുറച്ച് പണി ചെയ്യാനുണ്ട്. ഫിസ്കോളാ ഫിസ്ക് മോളെ പോളി. നമ്മൾ ഗെയിമായിട്ട് പണി ചെയ്ത് പറ്റും. നമുക്ക് ഏതെങ്കിലും ബിൽഡിങ്ങിൽ കയറണമെങ്കിൽ അവരുടെ മക്കളെ തട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സാമാനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിൽ കയറാൻ പറ്റും. ആടി I am your sensei, I can keep the Easter helmet of my man. അടിച്ചാൻ പൊട്ടിക്കുള്ള എന്തിനാ പോടപ്പാ പയ്യോ. ഇനിയിപ്പോൾ അടിച്ചാനോ എന്താണോ അയ്യോ. നിങ്ങൾക്ക് എല്ലാത്തിനും അടിച്ചാൽ ശരിയാകണം കേസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.